നോർത്ത് പറവൂർ ഇൻഫന്റ് ജീസസ് പബ്ലിക് സ്കൂൾ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. മുൻ പറവൂർ വിദ്യാഭ്യാസ ഉപജില്ലാ ഓഫീസർ CS ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പവർഫുള്ളായിട്ടുള്ള ഒരു നിങ്ങളാണ്, ഏറ്റവും കൂടുതൽ ഊർജ്ജമുള്ള ഒരു നിങ്ങളാണ്. അത് മറക്കരുത്. വലിയ വൃക്ഷങ്ങളായിട്ട് വളരണം, വലിയ വൃക്ഷങ്ങളായിട്ട് മറ്റുള്ളവർക്ക് തണൽ കൊടുക്കുന്ന വലിയ വൃക്ഷങ്ങളായിട്ട് വളരണം. വീഴരുത്. വീണ് കഴിഞ്ഞാൽ അതിൻ്റെ അടിപ്പെട്ട് കുറേ പേര് മരിച്ചു പോകും, ഇല്ലേ? അപകടം ഉണ്ടാവും. അതുകൊണ്ട് വീഴരുത്, ഉറച്ചു നിൽക്കണം. എന്ത് വേണം? വീഴണം എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? വിത്തുകളായിട്ട് താഴെ പതിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിൽ നിന്നും വലിയ വലിയ മരങ്ങൾ വീണ്ടും രൂപപ്പെടണം. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ മിടുക്കരായിട്ട് വളരുക. സ്കൂൾ മാനേജർ സിസ്റ്റർ ജോസ്മി അധ്യക്ഷയായി. ആകാംക്ഷ നിറഞ്ഞ കുറച്ച് മുഖങ്ങളും നമ്മുടെ ഇടയിൽ ഇരിപ്പുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ കൂട്ടത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരാണ്. അവരെയും ഈ അവസരത്തിൽ അവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നു മുതൽ നിങ്ങളും ഈ ഇൻഫന്റ് ജീസസ് കുടുംബത്തിൻ്റെ ഭാഗമാകുകയാണ്. കളിച്ചിരികളും സന്തോഷവും കൊണ്ട് ഈ സ്കൂൾ കോമ്പൗണ്ട് വീണ്ടും സജീവമാവുകയാണ്. പ്രിൻസിപ്പൽ സിസ്റ്റർ സ്മിത ജോസ് സന്ദേശം നൽകി. Together, after a time of rest and renewal, it is a blessing to see our school community reunited. Once more full of hope, purpose and the grace of God. This year we start our journey with a special focus on the theme of discipline, a virtue that is not only essential for academic success but also central to our life as a community of faithful servants of God. The letter from Hebrews chapter 12:11. No discipline seems pleasant at the time, but painful. Later on, however, it produces a harvest of righteousness and peace. PTA പ്രസിഡന്റ് MGK വിഷ്ണു, സ്റ്റാഫ് സെക്രട്ടറി VJ ജിപ്സി, UP സെക്ഷൻ HOD വാണി ജോൺ എന്നിവർ സംസാരിച്ചു. പുതിയതായി ജോലിയിൽ പ്രവേശിച്ച അധ്യാപകരെ ആദരിച്ചു. സ്മാർട്ട് അബാക്കസ് സ്റ്റേറ്റ് ലെവൽ പരീക്ഷയിൽ 3ാം സ്ഥാനത്തോടെ മികച്ച വിജയം നേടിയ ഇവാനിയ ആൽബിയെയും നികിത ലിൻസ് ടീച്ചറെയും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.